ആ ബ്രാഹ്മണ ലോബി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ ഹൈജാക്ക് ചെയ്തു. അത് മനസ്സിലാക്കാൻ പോലും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയില്ല. IMS ഇപ്പോഴും പൊക്കി പിടിച്ച് നടക്കുകയാണ്. പലർക്കും കേരളത്തിൽ മാവോയിസ്റ്റുകളാണെന്ന് അറിഞ്ഞ വലിയൊരു വിഭാഗത്തിന് 90% ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാവോയിസം നശിക്കില്ലല്ലോ. മാർക്സിസം ലെനിനിസം മാവോ ചിന്ത നശിക്കില്ല. മാർക്സിസം ഒരു കാലത്ത് നശിക്കില്ല. മാർക്സിസം പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളോട് ചേർന്നിട്ടുള്ള സാമൂഹ്യ നിയമ, പ്രപഞ്ച നിയമത്തിനോട് ചേർന്നിട്ടുള്ള മനുഷ്യരാശി, മനുഷ്യ സമൂഹത്തിനോട് അപഗ്രന്ഥിച്ചത് അത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് മാർക്സ് അപഗ്രന്ഥിച്ചത്. ഇത് നൂറുകണക്കിന് ആൾക്കാരെ ഇവിടെ മാത്രമല്ല എല്ലാ രാജ്യത്തും സംഭവിക്കുന്നതാണ്. വിപ്ലവകാരികളാവുന്നു, പിന്നീട് അവർ വിപ്ലവത്തിൽ നിന്ന് പിന്തിരിയുന്നു, ചിലരാകട്ടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ശത്രുക്കളായി മാറുന്നു. ഇതൊക്കെ അനിവാര്യമാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്താ അതിൻ്റെ നിയമം മാത്രം ഞാൻ പറയാം. വിപ്ലവ തത്വശാസ്ത്രം വായിച്ച് പഠിക്കുന്നതല്ല, വിപ്ലവ തത്വശാസ്ത്രം പ്രയോഗിച്ച് പഠിക്കുന്നതാണ്. ഈ മാർക്സിസ്റ്റ് ആചാര്യന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാർക്സിസ്റ്റുകാർ ആണെന്ന് പറയുന്ന വലിയൊരു വിഭാഗം മനസ്സിലാക്കുന്നില്ല. മാർക്സിസം മാറ്റിത്തീർത്ത് പ്രയോഗിക്കുക എന്നാണ് മാവോ പറഞ്ഞത്. മാർക്സിസം സ്ഥലത്തേക്കും കാലത്തേക്കും അനുയോജ്യമായി മാറ്റിത്തീർത്ത് പ്രയോഗിക്കുക എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം. അപ്പം മാവോ അതിനെ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ടുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ട് പോകുന്ന പേന്തികളോട് ഉള്ള പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹം പറയുന്നത്, നമ്മൾ ഇന്ന് ഇത്രയും ദിവസം ഇവിടെ ഒരു പാർട്ടിക്ക് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇരിക്കുകയും ചർച്ച ചെയ്യുകയും നമ്മളൊരു ധാരണയിലെത്തുകയും ചെയ്ത് ഒരു പരിപാടി നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ചൈനയ്ക്ക് വേണ്ടി. ആ ചൈനയ്ക്ക് വേണ്ടിയിട്ട്, ചൈനയുടെ മാറ്റത്തിന് വേണ്ടി, ചൈനയുടെ പാവപ്പെട്ട ജനങ്ങളെ വിമോചനത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ പദ്ധതി, ഈ പരിപാടി നിങ്ങൾ അതാത് സ്ഥലത്തേക്ക് നമ്മുടെ രാജ്യം എത്രയോ വിശാലമായിട്ടുള്ള ഒരു രാജ്യമാണ്, കോടിക്കണക്കിന് ജനങ്ങളുള്ളതാണ്, അവിടേക്ക് പോവുകയാണ്, അതാത് ദേശത്തേക്ക് പോവുകയാണ്. ഇതങ്ങനെ തന്നെ പ്രയോഗിക്കാനാണോ നിങ്ങൾ പരിശ്രമിക്കുക? അങ്ങനെയാണ് നിങ്ങൾ പരിശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പരിപാടിയെ പരാജയപ്പെടുത്തുകയാണ്. നിങ്ങളിതിനെ നിങ്ങളുടെ സ്ഥലത്തേക്കും കാലത്തേക്കും അനുയോജ്യമായി മാറ്റിത്തീർത്ത് പ്രയോഗിക്കണം. ഒരു പരിപാടി ഇത്രയും ദിവസം നീണ്ടു നിന്ന ചർച്ചയിലൂടെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മഹാനായ നേതാവ് പറയാണ് അതൊക്കെ മാറ്റി തീർത്ത് പ്രയോഗിക്കണം. ഒറ്റ നോട്ടത്തിൽ വളരെ വങ്കത്തരാണത്. പക്ഷേ അത് തന്നെയാണ് സത്യം. ചൈന എന്ന് പറയുന്നത് വിവിധ സംസ്കാരം നിലനിൽക്കുന്ന, വിവിധ രീതിയിലുള്ള വിശാലമായിട്ടുള്ള, നമ്മളെക്കാളും 3 ഇരട്ടി വിസ്തൃതമാണ് ആ രാജ്യം. ആ രാജ്യത്തിൻ്റെ പ്രകൃതി പോലും പല സ്ഥലങ്ങളിലും വ്യത്യസ്തമാണ്. അവിടേക്കെല്ലാം ഈ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പരിപാടി അതേ രൂപത്തിൽ തന്നെ പ്രയോഗിക്കാൻ പറ്റില്ല. ആ സ്ഥലത്തേക്കും കാലത്തേക്കും ജനങ്ങളുടെ സംസ്കാരത്തിനും അവരുടെ സ്വഭാവ സവിശേഷതകൾക്കൊക്കെ അനുയോജ്യമായി മാറ്റി തീർക്കണം. ഇതാണ് മാറ്റി തീർത്ത് പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം ഈ മാറ്റി തീർത്ത് പ്രയോഗിക്കുന്നതിനെ സംബന്ധിച്ച പ്രശ്നം പ്രയോഗത്തിലൂടെ മനസ്സിലാവുള്ളൂ. ഈ പ്രയോഗിക്കാൻ അറിയാത്ത, പ്രയോഗത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത, സായുധ സമരം മാത്രമല്ലല്ലോ വർഗസമരം, ആ രീതിയിലുള്ള വർഗസമരത്തിലൊന്നും ഇടപെടാണ്ട് വായിച്ച് പഠിച്ച് മാർക്സിസം പ്രയോഗിച്ചാൽ ഇങ്ങനെയുണ്ടാവും. ഒരു പക്ഷേ സായുധ സമരത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് അവർ കണ്ണി ചേർന്നിട്ടുണ്ടാവാം. അവർ വർഗസമരത്തിൽ പങ്കെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ മാർക്സിസം ആഗീകരണം ചെയ്തിട്ടില്ല. അപ്പം ഇതിൽ പ്രശ്നം അതാണ്. ഞാൻ പഠിക്കുകയും മാർക്സിസം എല്ലാ മനുഷ്യരും
നമ്മളുടെ പഴയ തലമുറ നമ്മൾക്ക് വേണ്ടിയിട്ട് സ്വത്ത് നൽകിയിട്ടുണ്ട്. എന്താ സ്വത്ത്? അവരുടെ ജീവിതാനുഭവം അവർ എഴുതി വച്ചിട്ടുണ്ട്, അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഉൾക്കൊള്ളുന്ന സമയത്ത് തന്നെ അതിനെ പ്രയോഗിച്ചിട്ട് ഇത് നമ്മൾ സംശീകരിക്കണം. ഈ പ്രയോഗിച്ച് സംശീകരിക്കുന്നതിനെ സംബന്ധിച്ച പ്രശ്നത്തിൽ ഞാൻ എൻ്റെ 16 വയസ്സ് മുതൽ ഒരു വർഗ സമരത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ഒരു കോമൺവെൽത്തിലെ 4000 തൊഴിലാളികൾ വരുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് വർഗ സമരത്തിൻ്റെ ബാലപാഠങ്ങൾ കിട്ടുന്നുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞപ്പം തന്നെ ഒരു വലിയ പണിമുടക്കിലേക്കാണ് കോഴിക്കോട്ടെ തൊഴിലാളികൾ പോകുന്നത്. അതിൽ കോമൺവെൽത്തിലെ തൊഴിലാളികളുണ്ട്. ആ രീതിയിൽ വർഗ സമരത്തിലൂടെയാണ് ഞാൻ ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ച ഒരു സമരത്തിൽ നിന്നും പിൻവാങ്ങിയില്ല. അത് സായുധമായാലും ശരി, ആയുധമില്ലാണ്ട് ആയാലും ശരി, എല്ലാ പോരാട്ടങ്ങളിലും ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്നു. ഇപ്പോഴും ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് ആയതിനെ കൊണ്ടാണ് ഞാൻ ഈ അംബേദ്കറിസം പ്രചരിപ്പിക്കുന്നത്. ഞാൻ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം 40 വർഷമായി മഹാനായ അംബേദ്കറെ കണ്ടെത്തിയത് മാർക്സിസം ലെനിനിസം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ ഞാൻ അംബേദ്കറെ കണ്ടെത്താൻ എനിക്ക് പറ്റില്ല. ഇവരാര് പറയുന്നത്? ഇപ്പം പിണറായി വിജയനാണല്ലോ ഇത് പറയുന്നത്. ഇപ്പം ഏറ്റവും മഹാനായ നേതാവ് ഈ പിണറായി വിജയൻ എന്ന് മുതലാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നാണ് അംബേദ്കർ ഇവിടെ വാസത്തിൽ എത്ര കൊല്ലം മുന്നുണ്ട്? ഇപ്പം ഒരു 100 വർഷം മുമ്പ് പറഞ്ഞതൊക്കെയാണ് ഇപ്പം നമ്മൾ ഇന്ന് ഉദ്ധരിക്കുന്നത്. അപ്പം ഇവരാരും അംബേദ്കറെ കാണാൻ ഇത്ര താമസിച്ചത്? മാർക്സിസ്റ്റുകാർക്കാണ് ദീർഘദർശിത്വമാണ് മാർക്സിസം. ഭാവിയെ സംബന്ധിച്ചാണ് മാർക്സ് പറഞ്ഞത്. ഇവർക്ക് എന്തേ മനസ്സിലായില്ല? ഇവർ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ. അപ്പം ഇതിൻ്റെ കാരണം അവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരല്ല, സ്വാർത്ഥികളായതുകൊണ്ടാണ്. അപ്പം അംബേദ്കറാണ് ഇന്ത്യൻ സമൂഹത്തിനെ അപഗ്രന്ഥിച്ചത്. ഇന്ത്യൻ സമൂഹത്തിനെ അപഗ്രന്ഥിക്കുക മാത്രമല്ല, സത്യമെന്താണ്, ഇന്ത്യയുടെ സത്യം എന്താണെന്ന് വെളിച്ചത്തിട്ടത് അംബേദ്കറാണ്. മാർക്സിസ്റ്റുകാർ ചെയ്യേണ്ടതായിരുന്നു. ആ ബ്രാഹ്മണ ലോബി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ ഹൈജാക്ക് ചെയ്തു. അത് മനസ്സിലാക്കാൻ പോലും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയില്ല. IMSന് ഇപ്പോഴും പൊക്കി പിടിച്ച് നടക്കുകയാണ്. അവർ സംഘടിതമായിട്ട് ഇന്ത്യൻ ബ്രാഹ്മിൺസ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ ഹൈജാക്ക് ചെയ്തു. തെലുങ്കാന സമരത്തിനെ തകർത്തി. എന്നിട്ട് തൊഴിലാളി വർഗത്തിന് സമരം ചെയ്യാൻ വേണ്ടിയിട്ട് കൽക്കത്ത സമരം മുന്നോട്ട് വെച്ചു. അതിൻ്റെ അനന്തരഫല നഗരത്തിൽ ഞാനും ആടിക്കൊണ്ടിരിക്കുന്നന്ന്. പ്രശ്നം അത്രയേ ഉള്ളൂ. ഞാൻ അംബേദ്കറെ ഉയർത്തിപ്പിടിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്.